guys, welcome to our channel. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അൽവത്തുബ ലേക്കിലാണ്. സോ എന്തിനാണ് തൊട്ടാ നമ്മളിവിടെ വന്നത്? ക്യാമ്പിങ്ങിനാണ് വന്നിരിക്കുന്നത്. ഇന്ന് December 31 ആണ്. സോ ന്യൂ ഇയർ നമ്മളിവിടെ ക്യാമ്പ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യും. ഞങ്ങളിവിടെ എത്തിയിട്ട് ഓൾമോസ്റ്റ് 2 hours ആയി. 7 o'clock നമ്മളിവിടെ എത്തിയതാണ്. നമ്മളെ ഫ്രണ്ട്സിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സോ അവർ നമുക്ക് ഫുഡുമായിട്ട് വരും. നമ്മൾ ആദ്യം ഗ്രില്ല് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷേ ഗ്രില്ല് ചെയ്യുന്നത് ഗൈസ് അത്ര എളുപ്പമല്ല. എല്ലാം സെറ്റ് ചെയ്യണം, പിന്നെ അതിൻ്റെ പുറകെ നടക്കണം. സോ ഇതാകുമ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുക, കഴിക്കുക. ക്യാമ്പിങ്ങിന് ഗ്രില്ല് ചെയ്യുന്നത് ഒരു രസമാണ്, പക്ഷേ ഇതും വേറൊരു വൈബാണ്. സോ ഗ്രില്ലിങ് ഞാൻ അവോയ്ഡ് ചെയ്തതുകൊണ്ട് മോർണിംഗ് ഞാൻ കുക്കിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ഞാൻ വൈകി ചെറിയ ഐറ്റംസാണ്, പക്ഷെ എന്തായാലും നമ്മൾ കുക്ക് ചെയ്യും, കഴിക്കും. സോ യു എക്സൈറ്റഡ്? സോ വെൽക്കം ടു അവർ ചാനൽ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ വരുന്നതിന് മുൻപേ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫുഡൊക്കെ കൊണ്ടുവന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറേ കഥയൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നു. ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാം വന്നു, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോഴത്തെ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി വാഷ്റൂമിലോട്ട് പോവാം. ഞങ്ങൾ ടെൻ്റ് അടിച്ച് തന്നെ ഇച്ചിരി നടക്കാനുണ്ട്, തണുപ്പുണ്ട്. സോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ടെൻറ്റിൽ പോയിട്ട് വേണം എനിക്ക് ജാക്കറ്റും കൂടെ എടുത്തു തരാൻ. ഇത് അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള സ്വെറ്റർ ആയതുകൊണ്ട് ഇപ്പോൾ ഓക്കെ, പക്ഷെ എനിക്ക് തണുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി തിരിച്ച് ടെൻറ്റ് ചെന്നിട്ട് എൻ്റെ ബാക്കി ഫ്രണ്ട്സിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം. അതൊക്കെ കഴിഞ്ഞിരുന്ന് പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്ത് ആനന്ദൂടൻ്റെ അയിലും കൂടി കുറേ നേരം കളിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഫയർവർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ന്യൂ ഇയർ ആയി. ഈ വർഷത്തെ ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ന്യൂ ഇയർ ആവട്ടെ. ഫയർവർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു, ചില്ല് ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും അനന്തും പോയി കിടന്നുറങ്ങി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടനും കൂടെ വന്ന് കിടന്നുറങ്ങി. ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. മോർണിംഗ് ഗൈസ്, അങ്ങനെ സമയം ഇപ്പോൾ 6:45 ഞങ്ങൾ ഉറക്കം എണീറ്റു, വാഷ്റൂമിൽ വന്നു. വാഷ്റൂമിൽ ഇന്നലെ ആക്ച്വലി നല്ല തിരക്കായിരുന്നു, പക്ഷേ ഇന്നിപ്പം കുഴപ്പമില്ല, ചെറിയ ക്യൂ ഉള്ളൂ. കാരണം എല്ലാവരും എണീക്കുന്നതല്ലേ ഉള്ളൂ. വ്യൂ ഉണ്ടോ, നല്ല രസമുണ്ട്. ആക്ച്വലി ഞാനീ വന്ന സ്ഥലത്ത് നല്ലൊരു ലേക്കുണ്ട്, പക്ഷേ ലേക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ പ്ലാനെന്ന് വെച്ചാൽ ലേക്കിൻ്റെ നിയറായിട്ട് ടെൻ്റ് അടിക്കുക, അതായിരുന്നു പ്ലാൻ. പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ്. എന്ന് വെച്ചാൽ ലേറ്റ് വരണമായിരുന്നു, ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. സോ നടന്നില്ല, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഏട്ടാ വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ. ഞാൻ പോയി അവിടെ കുറച്ച് അങ്ങോട്ട് നടന്നു പോയപ്പോഴാണ് ആ ഒരു വ്യൂ കിട്ടുന്നത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അവിടെ ടെൻ്റ് അടിക്കാനായിരുന്നു, ഈ ലേക്കിൻ്റെ സൈഡിലായിട്ട് ടെൻ്റ് അടിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ നടന്നില്ല ഗൈസ്. അതിനെനിക്ക് തോന്നുന്നു ഇവരൊക്കെ ലീവ് എടുത്ത് വന്നതാണ്. ഈ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്നവർക്കാണെങ്കിൽ ആ ട്രാഫിക്ക് കഴിഞ്ഞ് പെട്ടെന്ന് എത്താൻ പറ്റില്ല. എന്നിട്ട് തന്നെ ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ടാണ് ഈ സമയത്തെങ്കിലും എത്താൻ പറ്റിയത്. ഇതാണ് ലേക്കിൻ്റെ സൈഡിലേക്കുള്ളൊരു വഴി. ഇവിടേക്കാണ് ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ ഉദ്ദേശിച്ചത്. അത്രയും നേരത്തെ വന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇവിടെയൊന്നും ടെൻ്റ് അടിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തെങ്കിലും ഇനി ഒരു ദിവസം വന്ന് ഇവിടെ ടെൻ്റ് അടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല ഭംഗിയുണ്ട് കാണാൻ. സോ ഇനി നമുക്ക് ചായ ഇടാം. ചായ ആൻഡ് ബ്രെഡ് ടോസ്റ്റ് ഓംലെറ്റ്. വെൽക്കം ടു മൈ ചായ സെക്ഷൻ.
കുറേ നേരം അവിടെയൊക്കെ കറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നടക്കാനൊക്കെ പറ്റി. പിന്നെ കുട്ടികളൊക്കെ കുറേ നേരം ഇന്ന് കളിച്ചു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. സോ അങ്ങനെ വല്ലഭൻ റെസ്റ്റോറൻറ്റിൽ പോയി ഞാനൊരു ഇഡ്ഡലി സെറ്റ് ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. സീ യു ഗൈസ്.